ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മഴയായിരുന്നു. മഴ മാറിയൊരു ശാന്തതയാണ്. അപ്പോൾ നമ്മൾ വലയിടാൻ പോവാം, നീട്ടുവലയിടാൻ പോവാം. നമ്മുടെ പാടത്തെ പെട്ടിയും പറയൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ പെട്ടിയും പറ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തട വെച്ചിരുന്ന മുട്ട്, അതായത് കട്ടയും ചവറും കൊമ്പും എല്ലാം കൂടെ വെച്ച് കുത്തിയിരുന്ന പറ വെച്ച് കുത്തിയിരുന്ന മുട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ മുട്ടെടുത്തെന്ന് പറഞ്ഞാൽ നമുക്കത് വഴി അകത്ത് കയറാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ പാടത്ത് കീറിയിട്ട് വലയിടാനാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്നെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ബണ്ടേ കൂടെ തന്നെ ഈ വള്ളം എടുത്ത് വലിച്ച് നമ്മൾ അപ്പുറത്തിട്ടിട്ടാണ് നമ്മൾ വലയിടാൻ പോണേ. അപ്പോൾ നമുക്ക് ആദ്യം വള്ളം വലിച്ചിട്ടിട്ട് പോയി വലയിടാം. പിള്ളേരോട് പറഞ്ഞാൽ വള്ളത്തെ പിടിച്ച് തരണം അച്ഛക്ക് കേട്ടോ. അച്ഛക്ക് വള്ളം പിടിച്ചാലേ ചിലപ്പോൾ പൊങ്ങും. വീടരുത് കേട്ടോ. വലയിടുന്നത് എടാ, എന്നോട് വള്ളം പിടിക്കാൻ വന്നവർ നിങ്ങൾ മാറി നിൽക്കുവാണോ? വീടരുതേ. അയ്യോടാ, അയ്യോടാ പൊന്നെ, ആ പൊന്നെ പൊരുളേ, വനമതി, ആ പൂട്ട കരുവി, ചന്ദന ദേവി. വലയിടാനോ? പാവയോ? പാവരിടാൻ വരട്ടെ. പാവ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അച്ഛൻ കൊണ്ടുപോകാം കേട്ടോ. അവിടെ ഇറങ്ങി നിൽക്കാനോ? പുള്ളി കുളിച്ചല്ലേ? അപ്പൊ ഒന്നുകൂടെ വെള്ളത്തിൽ ഇറങ്ങാമല്ലോ അല്ലേ? നമ്മൾ വള്ളം വലിച്ചകത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലൊരു ഒഴുക്കുണ്ട് കേട്ടോ. ആ ഒഴുക്കിൻ്റെ ദിശയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലയിട്ടിട്ട് അങ്ങോട്ടങ്ങ് പോകും. പുറവശത്ത് തന്നെ ഇല്ല. ആ കണ്ട് അവിടെ നമ്മൾ വല ഇടുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വല കിടപ്പുണ്ടായിരുന്നേ. അത് കാരണം നമ്മൾ ഒരു വല ഇട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ പുറത്ത് കൊണ്ട് വലയിടാൻ പോയാൽ നമുക്കൊന്നും കിട്ടത്തില്ല, അവർക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇട്ട വല വലിക്കുന്നത് നാളെ കാണാം. ഈ ഒഴുക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് മീൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് രാവിലെ വല വലിക്കാൻ പോവാണ്. വള്ളം നമ്മൾ മോട്ടോറുടെ അപ്പുറം ഇട്ടിരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് പോയി വല വലിക്കണം. തെക്കൂന്നൊരു കാറ് വെച്ചിട്ടുണ്ട്. നല്ല മഴക്കാറാണ്. നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. കുന്നത്ത് തെന്നി അടിച്ചാൽ മുറ്റത്ത് മുക്കടമെന്നാണ്. അതായത് തെന്നി ഭാഗത്തുനിന്ന് കാറ്റടിച്ച് മഴ പെയ്താൽ ഒരു തുള്ളിക്ക് ഒരു കുടം പെയ്യുമെന്നാണ്. നമുക്ക് പെട്ടെന്ന് വല വലിച്ചില്ലെങ്കിൽ പാടായിരിക്കും. ചെമ്പല്ലി ആയിരിക്കും. കേറാം. എന്നാണ് ഊരാ നിൽക്കുവാണോ? നടക്കത്തില്ല. വലിച്ചു കയറ്റ്, വലിച്ചു കയറ്റ്.
തൂളിക്കൈലാസമാണോ? മോനെ പൊളി സാധനം. ഏ ഡിസ്കോ വേണ്ടോ? വലിച്ചു കയറ്റി. ഇവിടെ ശാലം വാല, അതെ ശാലം വെള്ളത്തിൽ കിടക്കുന്നത്. അടിക്കൂടാണോ? ആണോ? കാറ്റ വലിച്ചു മറിച്ച് കള. അതിനാണോ? കുറുവാണോ അത്? ഇല്ല, വാള 4. കാരി എല്ലാ ടൈപ്പും. ഇതോടെ ഒന്ന് പറിച്ചു വിട്ടേണ. ഇതോ? ആ മതി. തൂളി മഴ. വാളയല്ല, വായ. എൻ്റെ പൊന്നെ, തൂളി മഴയാ കേട്ടോ. എടാ വിശത് സാധനടാ. ഓ ചീവിട്ട സാധനം. തൂടി തന്നെ ചെയ്യണ്ട. വല ഇനി അങ്ങോട്ട് കിടക്കുന്നു. ആണോ? അങ്ങോട്ട് അങ്ങ് കിടക്കുവാണോ? വാളയ്ക്ക് വലയിട്ട വാള കിട്ടത്തില്ല അല്ലേ? കിടക്കുന്നു. ദൈവമേ, മഴ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തൂളി മഴ. നാടൻ മഴ മാത്രമല്ല ഇവിടെ, മീൻ മഴയും കൂടെ. എൻ്റെ ദൈവമേ, എന്താ മുന്തിരിയോ? ഇത് അടുത്തത്. ഇത് വെറും പണിയല്ല, 8ന്റെ പണിയല്ല ഇത്. ഇപ്പുറത്തോട്ട് കയറ്റി.
എല്ലാ വിറ്റ് നടന്ന വാള. ആ പടി വാളിയാന് അത് തീർന്നല്ലേ? പക്ഷെ എൻ്റെ പൊന്നെ, തീർന്നില്ല തീർന്നില്ല. അതിനാ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കിട്ടുമ്പോൾ നല്ല പണിയാണ് കിട്ടുന്നത്. നല്ല സൂപ്പർ പണി, നല്ല അടിപൊളി വാള കേട്ടോ. ഒരു 5 കിലോ കാണും ആ വാള. ഒരു ചില്ലാനും കൂട്ടി ഇത് ഊരി എടുത്ത് വരുമ്പോൾ ഒരു പണിയാവും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് ഊരി കഴിഞ്ഞിട്ട് കാണിക്കാം എന്തുമാത്രം മീനുണ്ട്. ഊരി തീരുമെന്ന് സംശയമാ. കല്ല് കല്ല് ഞാൻ ആ വാളെ ഊരി വരണം. വേണ്ടത് ഇവിടെ വെള്ളത്തോട്ട് കിട്ടിയ വെള്ളത്തിന് പടിയാൻ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മഴയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മോട്ടോറയുടെ ഷെൽട്ടറിൽ കയറി. നല്ല ടാസ്ക്കാണ് ഇത് ഊരിയെടുക്കുക എന്നുള്ളത്. ആദ്യം ഈ വാളേനെ ഊരിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. വിലയുടെ ഒരു കുഴപ്പം ഇതാണ്, മീൻ കയറി കഴിഞ്ഞാൽ മിക്കവാറും ഉൾവല നമുക്ക് പൊട്ടിച്ചേ മീനെടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ മീൻ കയറിയിട്ട് മിക്കവാറും വലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നു. പുറകോട്ടെ ഇത് വീടുന്നത്. ഇതുണ്ട് മീൻ്റെ വായിൽ വേറെ മീനാണ്. കയറ് നല്ല കയറല്ലേ? പയമ്പിൻ്റെ കുഞ്ഞുങ്ങൾ കയറി പോകണുണ്ടോ? ആദ്യത്തെ ഇറക്കി വിടണം, അല്ലെങ്കിൽ ആ വയറ്
അല്ല മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് ഇടുക. എന്നാൽ പിന്നെ അവനെ ശലം പുറകോട്ട് മാറ്റിയിടും. ഇതേ ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ മീൻ മൊത്തം നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബോക്സിനകത്ത് 80% കൂളിയും കുറുവായും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളയാണ്. നമ്മൾ ഈ മീൻ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഒരു 3-4 പേര് വിളിച്ചിട്ട് ഈ മീനെല്ലാം കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയോട് അവസാനിക്കുന്നില്ല. പണിക്ക് നല്ല പണിയുണ്ട്, തെളിച്ച് വെക്കണം, എന്നിട്ട് വൈകിട്ടിടണം. കൂളി കുറവ് വരണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വരെ ടാറ്റാ ബൈ ബൈ. എന്തൊക്കെയാണ് വീട്ടിൽ കടിക്കുവാൻ